നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് നേരെ വധഭീഷണി ഉയർന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് MLA ഫോണിൽ വിളിച്ച് അജ്ഞാതൻ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയത്. മാത്രമല്ല തെറി വിളിക്കുകയും ചെയ്തു. സംഭവത്തിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് MLA പരാതി നൽകി. ചാത്തന്നൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുകയാണ്. ആരാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ MLA തെറി വിളിച്ച് വധഭീഷണി മുഴക്കിയത്, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്തായിരുന്നു അയാൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഒരു തൊഴിൽ ആവശ്യം ഉന്നയിച്ചാണ് അപരിചിതനായ വ്യക്തി MLA ആദ്യം ഫോണിൽ വിളിച്ചത്. എന്നാൽ ജോലി നൽകാനുള്ള മാർഗമില്ല, ഇപ്പോൾ അത്തരത്തിൽ തൊഴിൽ നൽകാനാകില്ല എന്ന് MLA മറുപടി നൽകുന്നു. പിന്നാലെ ഇയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. മാത്രമല്ല ഉടൻ തന്നെ വീണ്ടും ഒരു കോൾ വിളിക്കുന്നു. രണ്ടാമത്തെ ഫോൺ വിളിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്, അതായത് ഈ പ്രതി ആവശ്യപ്പെട്ടത് കഴക്കൂട്ടം MLA ഫോൺ നമ്പർ വേണമെന്നാണ്. അത്തരത്തിൽ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ സാധിക്കില്ലെന്ന് ഗോപകുമാർ MLA പറഞ്ഞു ഇയാളോട്. പിന്നാലെയാണ് ഇയാൾ അസഭ്യവർഷം തുടങ്ങിയത്. മാത്രമല്ല വധഭീഷണി മുഴക്കിയത്. എറണാകുളം സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്നാണ് ഭീഷണി സന്ദേശം വന്നത് എന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ തന്നെയാണോ ഫോൺ ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല പിന്നിൽ ഏതെങ്കിലും പ്രത്യേക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണോ ഉള്ളത് എന്നതടക്കമുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ചാത്തന്നൂർ പോലീസ് വിശദമായി കേസ് അന്വേഷിക്കുകയാണ്. പോലീസിന് പുറമെ കേന്ദ്ര ഇന്റലിജൻസും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആരാണ് MLAക്ക് നേരെ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയത്, എന്തിനായിരുന്നു അയാൾ ഇത് ചെയ്തത്, എന്ത് ജോലിക്കാര്യം, എന്തിൻ്റെ പേരിലൊക്കെ ആയാലും ഒരു MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിന് നേരെ ഒരു വധഭീഷണി പിന്നെ തെറി വിളിക്കുക എന്നത് കുറ്റകരം തന്നെയാണ്. അപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. പ്രതിയെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വധഭീഷണി കൂടി മുഴക്കിയ സാഹചര്യത്തിൽ ആവശ്യം നടക്കാതെ വന്നപ്പോൾ അസഭ്യം വിളിക്കുന്നു, പിന്നാലെ വധഭീഷണി കൂടി മുഴക്കുന്നത് ഗൗരവകരമായിട്ട് തന്നെ എടുക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിക്ക് നേരെ ഇത്തരത്തിലൊരു വധഭീഷണി മുഴക്കിയത് ആരാണ്, എന്തിൻ്റെ ആവശ്യത്തിനാണ്, അത് വളരെ ഗൗരവകരമായി എടുക്കേണ്ട കാര്യം തന്നെയാണ്. ആരെയുമല്ല, ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിർണായകമായിട്ടുള്ള അന്വേഷണം, പ്രത്യേകിച്ച് FIR അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.